ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ 6ാം ക്ലാസ്സിന്റെ CBSE ക്ലാസ്സുകൾ ഇതാ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ 6th എല്ലാ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ഇനി മുതൽ ഈ ഒരു ചാനലിൽ മക്കൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതിനുവേണ്ടി മക്കൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക്, നമ്മുടെ ഈ ഒരു കുടുംബത്തിലേക്ക് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരണം. ഓക്കെ, അപ്പം ആദ്യം തന്നെ മിസ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് അനിറ്റ എന്നാണ്. അപ്പം മക്കൾക്ക് ഷോർട്ട് ആക്കിയിട്ട് AU മിസ് എന്ന് പറയാം. നമുക്കറിയാലേ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റോള് വഹിക്കുന്ന ഒരാളാണ്. ആ ഒരു ഇലക്ട്രിസിറ്റിനെ പറ്റിയും അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ 9th യൂണിറ്റ് ആയ ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്. ഓക്കെ, ആ ഒരു യൂണിറ്റിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് മിസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ അനിറ്റ. ഓക്കെ, അപ്പം നമുക്കറിയാം, വി യൂസ് ഇലക്ട്രിസിറ്റി ഫോർ മെനി പർപ്പസ് ആൻഡ് ദാറ്റ് മേക്ക് അവർ ടാസ്ക് വെരി ഈസിയർ. ശരിയല്ലേ? പണ്ട് കാലത്തായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ എന്തായിരുന്നു, കിണറ്റിൽ നിന്നും വെള്ളമൊക്കെ കഷ്ടപ്പെട്ട് കോരി അത് കുടത്തിൽ അല്ലെങ്കിൽ ബക്കറ്റിലാക്കി പിന്നീട് നടന്നുകൊണ്ട് തലയിൽ വെച്ചോണ്ടൊക്കെയാണ് അവർ വീട്ടിലെത്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അല്ല അല്ലെ, ജസ്റ്റ് നമ്മളൊരു സ്വിച്ച് ഇടുമ്പോഴേക്കും, അതായത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഒരു സ്വിച്ച് ഇടുമ്പോഴേക്കും എന്താണ്, മോട്ടോർ വർക്ക് ചെയ്യുന്നു. മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഇതാണ്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം ഇതാണ്ട് ഓസിൽ കൂടി അല്ലെങ്കിൽ പമ്പിൽ കൂടെ പോയിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് വളരെ ടഫായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ വർക്കും എന്താണ്, വളരെ സിമ്പിൾ ആക്കാൻ ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ്, മെയിൻ സ്വിച്ച് ബോർഡ് ഉണ്ട്. അവിടെ നിന്നാണ് കറണ്ട് എല്ലാ ഇലക്ട്രിക് അപ്ലയൻസിലേക്കും വന്ന് അത് വർക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു വയറിൽ കൂടെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ആ വയറിൽ കൂടെ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് പവർ ഓർ ഇലക്ട്രിക് ചാർജ് ഓർ ഇലക്ട്രോൺസ് ത്രൂ ദ വയർ വി സീ ഇൻ അവർ ഹോം. നമ്മുടെ വീട്ടിൽ കാണുന്ന വയറിൽ കൂടെ ഇലക്ട്രിക് പവറിന്റെയോ ഇലക്ട്രിക് ചാർജിന്റെയോ ഒറ്റ വാക്കിൽ ഇലക്ട്രോൺസിന്റെയോ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എന്താണ്, ഇത്രയും ഇലക്ട്രിക് അപ്ലയൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ സറൗണ്ടിങ്സിൽ എന്താണ്, കുറെ വേറെ വീടുകൾ ഉണ്ടാവും, വേറെ ഓഫീസുകൾ ഉണ്ടാവും, വേറെ ഫാക്ടറീസ് ഒക്കെ ഉണ്ടാവും, ഇല്ലേ? അതായത് കുറെ കെട്ടിടങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ എന്താണ്, ഇതുപോലെ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യമാണല്ലേ? അപ്പൊ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എവിടെ നിന്നായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എവിടെയായിരിക്കും ഉത്പാദിക്കുന്നത്? അറിയാവോ? എവിടെയാണെന്നറിയാവോ? അവിടുന്നാണ് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കേട്ടോ? അതായത് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ഓഫീസിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫാക്ടറിയിലേക്കും ഒക്കെ വേണ്ടി വരുന്ന കറണ്ട് എവിടെ നിന്നാണ് വരുന്നത്? പവർ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു പവർ സ്റ്റേഷനിൽ വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റിയാണ് പിന്നീട് പല സബ്സ്റ്റേഷനിലൂടെയും പിന്നീട് ട്രാൻസ്ഫോമറിലൂടെയും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നത്. ഓക്കെ, ഇനി മക്കളോട് വാട്ട് ആർ ദ ഡിഫറെന്റ് പർപ്പസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് മിസ് ചോദിക്കുവാണെങ്കിൽ മക്കൾ എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള ആൻസർ പറയും. പക്ഷെ എല്ലാവരും ഷുവർ ആയിട്ട് പറയുന്ന ഒരു ആൻസർ ആണ്, വി യൂസ് ഇലക്ട്രിസിറ്റി ഫോർ ലൈറ്റനിങ്. അല്ലെ? അതായത് ലൈറ്റ് വേണമെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം, സൺസെറ്റിന് ശേഷം നമ്മുടെ ഈ പറയുന്ന വീട്ടിലും ഓഫീസിലും ഒക്കെ പ്രകാശം വേണമെങ്കിൽ, ലൈറ്റ് വേണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം, അല്ലെ? പക്ഷെ ഇലക്ട്രിസിറ്റി കിട്ടാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ ആ ഒരു കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? മെഴുകുതിരിയും തീപ്പെട്ടിയാണോ? അതിനും മുമ്പേ നമ്മൾ ആദ്യം നോക്കും, ടോർച്ച് എന്തിയേ, വേർ ഈസ് ടോർച്ച്, ടോർച്ച് എന്തിയെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. നോർമലി ബൾബ് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നമ്മൾ അവിടെ ഒരു സ്വിച്ച് ഇടും. സ്വിച്ച് ഇടുന്ന സമയത്ത് എന്താണ്, ആ ഒരു കറണ്ട് ആ വയറിൽ കൂടെ പോയിട്ട് ബൾബ് പ്രകാശിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്വിച്ചോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വയറോ നമ്മൾ ടോർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലെ? ടോർച്ചിൽ എന്താ സംഭവിക്കുന്നത്? വെറുതെ നമ്മൾ ആ ഒരു ടോർച്ച് ഇങ്ങനെ ഞെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ടോർച്ചിന്റെ ഉള്ളിലെ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ടോർച്ചിന് വേണ്ടി ഇലക്ട്രിസിറ്റി എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? വേർ ഡസ് ദ ടോർച്ച് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? എവിടെ നിന്നായിരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇതിന്റെ ഉത്തരം എന്താണെന്ന് മക്കൾക്ക് അറിയാവോ?
The electricity to the torch bulb is provided by electric cell. മക്കൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇതാണ്ട് ഒരു ചിത്രം കാണുന്നുണ്ട്. ഈ ഒരു ഫിഗർ എന്താണ്? ഇതാണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രിക് സെൽ ഇതാണ്ട് മിസ്സിന്റെ കയ്യിൽ ഒരു ഇലക്ട്രിക് സെൽ ഉണ്ട്. ഈ ഇലക്ട്രിക് സെല്ല് മക്കൾ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ടിവിന്റെ റിമോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വോൾ ക്ലോക്ക് ഇല്ലേ, അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്താണ്? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ടോർച്ചിലെ ആ ഒരു ബൾബ് പ്രകാശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതാണ്ട് ഇവിടെ കുറച്ച് ഫിഗർ മക്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? നമ്മുടെ ഇതാണ്ട് വ്രിസ്റ്റ് വാച്ചില്ലേ, ആ വ്രിസ്റ്റ് വാച്ചിൽ ഇതാണ്ട് ചെറിയ ഇലക്ട്രിക് സെല്ലുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള സെല്ലൊന്നും അല്ല കേട്ടോ, നല്ല റൗണ്ടിലുള്ള സെല്ലാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇതാണ് ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അലാം ക്ലോക്ക്, അതുപോലെ ക്യാമറ എന്നിവയിലൊക്കെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഇലക്ട്രിക് സെൽ മക്കൾ ഇതാ ഈ ഒരു ഇലക്ട്രിക് സെല്ല് തന്നെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ മുകളിൽ എന്താണ്? ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്. അതായത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫിഗറിൽ നോക്കിക്കേ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റൽ ക്യാപ്പാണ്. ഈ മെറ്റൽ ക്യാപ്പാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് കരുതുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇതാണ് മെറ്റൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെറ്റൽ ഡിസ്ക് ആണ് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ആയിട്ട് കാണുന്നത്. അതായത് ഒരു ഇലക്ട്രിക് സെല്ലിന് എന്താണ്? രണ്ട് ഭാഗങ്ങളുണ്ട്. അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു ക്യാപ്പ് പോലെ, ആ ഒരു ചെറിയ ക്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽ ക്യാപ്പ്. അത് അതിന്റെ പോസിറ്റീവ് ടെർമിനൽ ആണ്. അതുപോലെ തന്നെ അതിന്റെ അടിയിൽ എന്താണ്? ഈ ഭാഗം കണ്ടോ, ഇതിന്റെ അടിയിലുള്ള ഈ ഭാഗമില്ലേ, ഇതാണ് മെറ്റൽ ഡിസ്ക്. ഇതാണ് മക്കളെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ കൂടെ തന്നെ മിസ് നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ എന്താണ്? ഇതിന്റെ ഉള്ളിൽ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇതിന്റെ ഉള്ളിലെ കെമിക്കൽസ് ആണ്. അതായത് ഓരോ സെല്ലും നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സെല്ലിന്റെ ഉള്ളിൽ എന്താണ്? കുറച്ച് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽസ് മൂലമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിസിറ്റി നമ്മളത് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലെ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അത് വൺസ് ദ കെമിക്കൽസ് യൂസ്ഡ് അപ്പ്, പിന്നീട് എന്താണ്? ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഉള്ളിലെ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എന്താണ്? വീണ്ടും നമുക്ക് ഈ ഒരു സെല്ല് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എന്താണ്? നമ്മൾ ഈ ഒരു സെല്ല് നമ്മൾ കളഞ്ഞിട്ട് പുതിയ സെല്ല് മേടിക്കും. ഓക്കെ, നമ്മുടെ ടി വിയിലൊക്കെ റിമോട്ട് അങ്ങനെയല്ലേ, ആ ഒരു ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു സെല്ല് കളഞ്ഞു പോയാൽ എന്താണ്? ആ സെല്ലിലെ ചാർജ് തീർന്നു പോയാൽ നമ്മൾ പുതിയ സെല്ലാണ് വാങ്ങുന്നത്. അല്ലാതെ ഈ സെല്ല് തന്നെ നമ്മൾ വീണ്ടും ചാർജ് ആക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മക്കൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിക്കൽ ഇൻസൈഡ് ഇറ്റ്, ആൻഡ് വൺസ് ദ കെമിക്കൽ ഈസ് യൂസ്ഡ് അപ്പ് വി നീഡ് ടു റീപ്ലേസ് ബൈ ന്യൂ വൺ, ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി അഗെയിൻ. അത് വീണ്ടും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് മക്കൾ ഓർത്ത് വെക്കണം. അപ്പൊ സിംപ്ലി നമുക്ക് പറയാൻ സാധിക്കും, ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദി സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇവിടെ ഇതാണ്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നോക്കിക്കേ, നമ്മുടെ മെറ്റൽ ക്യാപ്പ്, അതായത് ഇതാണ് നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഇലക്ട്രിക് സെല്ലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അതിന്റെ പൊളാരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് എങ്ങനെയാണ് പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയാവോ? പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ നെഗറ്റീവ് ടെർമിനൽ എപ്പോഴും പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ അതിന്റെ പൊളാരിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതും നമ്മൾ ഈ ഒരു സെല്ല് യൂസ് ചെയ്യുന്ന സമയത്ത് മക്കൾ ഓർത്ത് വെക്കണം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പം മിസ്സിന്റെ കയ്യിൽ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ഇതാണ്ട് മിസ് ഇതാ വേറെ ഒരു സെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സെല്ലിന്റെ ഒരു പോസിറ്റീവ് ഭാഗം അടുത്ത നെഗറ്റീവുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇത് നോക്കിക്കേ, ഇവിടെ ഇപ്പം രണ്ട് സെല്ലായി. ഈ രണ്ട് സെല്ലിന്റെ ഈ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ മക്കൾ നോക്കിക്കേ, ഇവിടെ മക്കൾക്ക് രണ്ട് സെല്ല് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ്ട് ഒരു സെല്ല്, ഇത് അടുത്ത സെല്ല്. ഈ രണ്ട് സെല്ലും അതിന്റെ പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുവാണ്. അതായത് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അങ്ങനെ ഇതിനെ പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്ത ആ ഒരു വോൾ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. When two or more cells are joined together, such combination is together known as
എന്താ അതിനെ പറയുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടോർച്ച് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ ടോർച്ചിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇലക്ട്രിസിറ്റി വരുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ആ ഒരു ബൾബിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിയാലോ, അതായത് ആ ഒരു ചെറിയ ടോർച്ച് ബൾബിന്റെ ഫീച്ചേഴ്സ് നോക്കിയാലോ. നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ എന്താണ്, ആ ഒരു ടോർച്ച് ബൾബിന്റെ ഏറ്റവും ഔട്ടർ കേസ് എന്താണ്, ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കേസാണ് ഏറ്റവും ഔട്ടർ ആയിട്ടുള്ളത്. മക്കൾ ഇവിടെ നോക്കിക്കേ, ഇതാണ്ട് നമ്മുടെ ആ ഒരു ടോർച്ച് ബൾബ്. ആ ടോർച്ച് ബൾബിന്റെ ഔട്ടർ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്ലാസ് കേസ് ആണ്. ആ ഒരു ഗ്ലാസ് കേസ് എവിടെയാണ് അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് അതിന്റെ മെറ്റാലിക് ബേസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു മെറ്റാലിക് ബേസിലാണ് അതിന്റെ ഗ്ലാസ് കേസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഈ ഒരു നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രിക് സെല്ലിന്റെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി മൂലം ആ ഒരു ബൾബ് പ്രകാശിക്കും. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ആ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ടോർച്ച് ബൾബിലെ ഈ ഒരു ചെറിയ എന്താ പറയേണ്ടത്, ഈ ഒരു ഫിലമെന്റ്, ഈ ഒരു തിൻ വയറാണ് അവിടെ പ്രകാശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു തിൻ വയർ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ ഫിലമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഫിലമെന്റ് നോക്കിക്കേ, ഈ ഫിലമെന്റ് എവിടെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എവിടെയാണ് ഇത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, രണ്ട് ആയിട്ടുള്ള വയറിലാണ് ഇത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വയർ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തതെന്ന് നോക്കിയാലോ. ആദ്യത്തെ ഇതിൽ വൺ ഓഫ് ദി തിക്ക് വയർ ഈസ് കണക്റ്റഡ് ടു ദി ടെർമിനൽ ഓഫ് മെറ്റൽ ബേസ്. അതായത് മെറ്റൽ ബേസിന്റെ ഒരു ടെർമിനലിലേക്കാണ് ഒരു തിക്ക് വയർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത തിക്ക് വയർ എങ്ങോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അടുത്ത തിക്ക് വയർ ഇതാണ്ട് ടെർമിനൽ അറ്റ് ദി മെറ്റൽ ടിപ്പ് കേട്ടോ. അതായത് ഇവിടെ മക്കൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഒരു ബൾബിന് ഒരു എക്സ്ട്രാ എന്തുണ്ടാവും, ഒരു ഗ്ലാസ് കേസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു തിന്നായിട്ടുള്ള വയർ ഉണ്ടാവും, അതാണ് നമ്മുടെ ഫിലമെന്റ്. അത് പ്രകാശിക്കുന്നുണ്ട്. പിന്നെ അത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തിക്ക് വയർ ഉണ്ടാവും. അതിൽ ഒരു തിക്ക് വയർ എങ്ങോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ടെർമിനൽ അറ്റ് ദി മെറ്റൽ ബേസ് ആണ്. ഇനി രണ്ടാമത്തെ തിക്ക് വയർ എങ്ങോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ടെർമിനൽ അറ്റ് ദി മെറ്റൽ ടിപ്പാണ്. ഇനി ഇവിടെ നിങ്ങളോട് മിസ് പറഞ്ഞായിരുന്നു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു തിൻ ഫിലമെന്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ടങ്സ്റ്റൺ എന്ന് പറയും. അതായത് ടങ്സ്റ്റൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു തിൻ ഫിലമെന്റ് നമ്മൾ മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ടല്ലോ, അതായത് വളരെ പെട്ടെന്ന് അത് ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ആവുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അതും കൂട്ടുകാർ ഓർത്ത് വെക്കണം കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ദ ഗ്ലാസ് കേസ് composed of a filament inside it, and it is connected to the two terminal and which gets heated up and upon the passage of electric current and emit light. Electric current പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിലമെന്റ് എന്താണ്, ചൂടാവുന്നു. അങ്ങനെ ഹീറ്റഡ് അപ്പ് ആവുന്ന സമയത്ത് ഇറ്റ് എമിറ്റ് ലൈറ്റ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ മിസ് നേരത്തെ പറഞ്ഞ ഈ ഒരു ടങ്സ്റ്റൺ വയർ, അതും മക്കൾ എന്താണ് ഓർത്ത് വെക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്, നമ്മൾ നോർമലി ഇലക്ട്രിക് സെല്ലും അതുപോലെ തന്നെ നമ്മുടെ ടോർച്ച് ബൾബിന്റെയും കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് പ്രോപ്പർട്ടീസുമാണ് പഠിച്ചത്. അപ്പൊ ഇതിന്റെ ബാക്കി പോർഷൻസുമായിട്ട് എന്താണ് മിസ്സിന് അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോഴേക്കും മക്കൾ ഈ ഒരു ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഹോൾ സെറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് ഇതുപോലെ അടിച്ചു പൊളിച്ച് പഠിക്കാം. അപ്പം വൺസ് അഗെയിൻ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.